വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 4 ആണ്. ഈ യൂണിറ്റിൻ്റെ പേര് ലൈഫ് അറൗണ്ട് അസ് എന്നാണ്. നമുക്ക് ചുറ്റുപാടുമുള്ള ജീവികളെയും ജീവജാലങ്ങളെയും പറ്റി മനസ്സിലാക്കുന്നതിനും നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കുന്നതിനുമൊക്കെയാണ് ഈ യൂണിറ്റ് നമുക്ക് വേണ്ടി പഠിക്കുവാൻ തന്നിട്ടുള്ളത്. ഇതിലെ ചാപ്റ്റർ 1 ആണ് നമ്മിപ്പോൾ പഠിക്കുവാൻ തുടങ്ങുന്നത്. നമുക്ക് ഒന്ന് വായിക്കാം. ലെറ്റ് us റീസൈറ്റ് എ ഷോ ഓഫ് ക്ലൗഡ്സ്. ഷോ എന്ന് പറഞ്ഞാൽ പ്രദർശനം, ഡിസ്പ്ലേ, പ്രകടനം എന്നൊക്കെ അർത്ഥം. എ ഷോ ഓഫ് ക്ലൗഡ്സ്. ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക് ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ ഐ സീ എ ബിഗ് വൈറ്റ് ബയർ ലുക്കിംഗ് ഡൗൺ അറ്റ് മീ. ഒന്നാമത്തെ സ്റ്റാൻസയാണിത്. നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം കേട്ടോ. ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക്. ഞാനിങ്ങനെ മലർന്ന് കിടന്ന സമയത്തെ, മലർന്ന് കിടന്ന് ആകാശത്തേക്ക് നോക്കാൻ പോവുക. ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക്. ഞാനിങ്ങനെ മലർന്ന് കിടക്കുമ്പോൾ, എങ്ങനെയാണ് മലർന്ന് കിടക്കുന്നത്? ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ. ആകാശത്തേക്ക് നോക്കിക്കണ്ടാണ് കിടക്കുന്നത്. ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ ഐ സീ എ ബിഗ് വൈറ്റ് ബയർ. ഞാനൊരു വലിയ വെളുത്ത കരടിയെ കണ്ടു. ബയർ മീൻസ് കരടി. ലുക്കിംഗ് ഡൗൺ അറ്റ് മീ. അതെന്താ ചെയ്യുന്നത്? അത് താഴേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൺകുട്ടി മലർന്ന് കിടന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് വെളുത്ത മേഘങ്ങൾ ഇങ്ങനെ ആകാശത്തൂടെ പോകുന്നത് കാണാം, മൂവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ രൂപം എന്തായിരുന്നു? ഒരു കരടിയുടെ രൂപമാണ്. കുട്ടി നോക്കിയപ്പം ആ കരടി ഇവനെ തന്നെ നോക്കുന്നതായിട്ടാണ് തോന്നിയത്. അതാ പറഞ്ഞത്. ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക്. ഞാനിങ്ങനെ മലർന്ന് കിടന്ന് നോക്കുമ്പോഴേ ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ. ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഐ സീ എ ഷിപ്പ് സെയിലിംഗ്. എന്താണ് കുട്ടി കണ്ടത്? കുട്ടി കണ്ടത് ഒരു കപ്പൽ ഇങ്ങനെ കടലിലൂടെ സെയിൽ ചെയ്തു പോകുന്നു. എന്താ സെയിലിംഗ് എന്ന് പറഞ്ഞാൽ? ട്രാവലിംഗ് ത്രൂ ദ സീ. അത് ആ സെയിലിംഗ് എന്ന് പറയുന്നത്. കപ്പലൊക്കെ കടലിലൂടെ യാത്ര ചെയ്യുന്നതിനാണ് നമ്മൾ സെയിലിംഗ് എന്ന് പറയുന്നത്. ഷിപ്പ് സെയിലിംഗ് എന്നാ പറയുക, കപ്പൽ യാത്ര. മനസ്സിലായില്ലേ? ഐ സീ എ ഷിപ്പ് സെയിലിംഗ്. ആകാശത്തൂടെ ഒരു കപ്പൽ ഇങ്ങനെ പോകുന്ന കാണാം. എന്താണത്? കപ്പലിൻ്റെ ഷേപ്പിലുള്ള രൂപത്തിലുള്ള ഒരു മേഘമാണ് പോകുന്നത് കേട്ടോ. ഐ സീ എ ഷിപ്പ് സെയിലിംഗ് ഓൺ എ വൈറ്റ് സീ. ഒരു വെളുത്ത കടലിൽ. എന്താ കടൽ? ആ കടൽ പോലെ കാണുന്ന ആകാശമാണ്. ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക് ലുക്കിംഗ് അപ്പ് അറ്റ് ദി സ്കൈ ഐ സീ ആൻ എലിഫൻറ്റ് വേവിങ് ഇറ്റ്സ് ട്രങ്ക് അറ്റ് മീ. കുട്ടി ഇപ്പോഴെന്താ കാണുന്നത്? ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക്. ഞാൻ ഇങ്ങനെ മലർന്ന് കിടന്ന് ആകാശത്തേക്ക് നോക്കുമ്പോഴേ, ഞാനിങ്ങോട്ട് മലർന്ന് കിടക്കുമ്പോൾ എങ്ങനെ കിടക്കുന്നത്? എന്ത് ചെയ്യാണ്? ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ. ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്നത്. അന്നേരോ ഐ സീ ആൻ എലിഫൻറ്റ്. ഞാൻ കണ്ടു ഒരാന ഇങ്ങനെ പോകുന്നു. കണ്ടില്ലേ? ആ പടത്തിൽ കാണാമല്ലോ, ഒരു ആനയുടെ ഷേപ്പിൽ പോകുന്ന കണ്ടില്ലേ? ആനയുടെ ഷേപ്പിലുള്ള വെളുത്ത മേഘം ഇങ്ങനെ പോവുകയാണ്. ഐ സീ ആൻ എലിഫൻറ്റ് വേവിങ് ഇറ്റ്സ് ട്രങ്ക് അറ്റ് മീ. വെറുതെ പോവുമല്ല, എൻ്റെ നേരെ അതിൻ്റെ തുമ്പിക്കൈ വീശിക്കൊണ്ടാണ് പോകുന്നത്. വേവിങ് ഇറ്റ്സ് ട്രങ്ക് അറ്റ് മീ. എന്താ വേവിങ് എന്ന് പറഞ്ഞാൽ? നമ്മളല്ലേ വേവിങ് ഹാൻഡ്സ്, കൈ വീശുക. ഇവിടെ ട്രങ്കാണ്. ആന തൻ്റെ തുമ്പിക്കരം വീശിയാണ് പോകുന്നത്. വേവിങ് ഇറ്റ്സ് ട്രങ്ക് അറ്റ് മീ. അതിൻ്റെ തുമ്പിക്കൈയെ എൻ്റെ നേരെ വീശിക്കൊണ്ടാണ് പോകുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ വായിക്കാം. ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക്. ഞാനിങ്ങനെ മലർന്ന് കിടന്ന് നോക്കുമ്പോഴേ ആ ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ. ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഐ സീ ആൻ എലിഫൻറ്റ്. ഞാൻ ഒരു ആനയെ കണ്ടു. വേവിങ് ഇറ്റ്സ് ട്രങ്ക് അറ്റ് മീ. അതെൻ്റെ നേരെ അതിൻ്റെ തുമ്പിക്കൈ വീശുന്നുണ്ട്. മനസ്സിലായില്ലേ? അതിൻ്റെ തുമ്പിക്കൈ വീശുന്നുണ്ട്. അടുത്തത് നോക്കാം. ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക്. ഞാനിങ്ങനെ മലർന്ന് കിടക്കുമ്പോഴേ, വെറുതെ കിടക്കാമല്ലോ കേട്ടോ, ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ. ആകാശത്തേക്ക് നോക്കിക്കൊണ്ടാണ് കിടക്കുന്നത്. ഓ ഇറ്റ് ഈസ് ഫൺ. ഇതൊരു രസമാണ്.
ഇറ്റ് ഈസ് ഫൺ ടു മീ, ഇതെനിക്ക് ഏറ്റവും രസമുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ഫൺ ടു മീ, ഇതെനിക്കൊരു തമാശയാണ്. ടു സീ വാട്ട് എവർ ഐ വോണ്ട് ടു സീ, എന്താ കാണണ്ടെന്ന് വെച്ചാൽ അതൊക്കെ കാണുക എന്ന് പറയുന്നതേ ഒരു രസമാണ്. ടു സീ വാട്ട് എവർ ഐ വോണ്ട് ടു സീ, എന്തുവാ കാണണ്ടെന്ന് വെച്ചാൽ അതൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ആകാശത്ത്, അതൊക്കെ ഒരു രസമാണെന്നാണ് കുട്ടി നമ്മളോട് പറയുന്നത്. അപ്പോഴേ ഇതൊരു നല്ല പോയമാണ് കേട്ടോ. ഈ പോയം നിങ്ങൾ പഠിക്കണം, കാണാതെ പഠിക്കണം. എന്നിട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെല്ലാം എഴുതണം കേട്ടോ. ഇത് പെട്ടെന്ന് പഠിക്കാൻ കഴിയും നിങ്ങൾക്ക്. ഒരു ഈണത്തിലങ്ങ് ചൊല്ലിയാൽ മതി, പെട്ടെന്ന് പഠിക്കാം കേട്ടോ. നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം. സൈറ്റ് വേർഡ്സ്. ഈ പോയത്തിൽ ആവർത്തിച്ച് വരുന്ന കുറേ വാക്കുകളുണ്ട്. അതാ ചെറിയ ചെറിയ വാക്കുകളാണ്. ഒന്നാമത്തത് ആസ് ആണ്. ആസ്, അതുകൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് ആസ്. ആസ് ഇറ്റ് ഈസ് ഡാർക്ക് ഐ കനോട്ട് സീ ദ പെൻ ഓൺ ദി ടേബിൾ. ഇരുട്ടായിരുന്നത് കൊണ്ടേ എനിക്ക് മേശപ്പുറത്തുള്ള പേന കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ആസ് ഇറ്റ് ഈസ് ഡാർക്ക് ഐ കനോട്ട് സീ ദ പെൻ ഓൺ ദി ടേബിൾ. ഇരുട്ടായതുകൊണ്ട് എനിക്ക് ടേബിളിലുണ്ടായിരുന്ന പേന കാണാൻ പറ്റിയില്ല. അപ്പ്, അപ്പെന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന. ലുക്ക് അപ്പ് അറ്റ് ദ സ്കൈ, ആകാശത്തേക്ക് നോക്കിയേ, മുകളിലേക്ക് നോക്കിയാൽ നമ്മൾ പറയും ലുക്ക് അപ്പ് അറ്റ് ദ സ്കൈ എന്ന് പറയല്ലേ. അപ്പം ലുക്ക് അപ്പ് അറ്റ് ദ സ്കൈ, ആകാശത്തേക്ക് നോക്കാന്ന്. ലുക്ക് അറ്റ് മീ, എന്നെ നോക്കുക. അറ്റ് ലുക്ക് അറ്റ് ദ പിക്ചർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതാ ഇപ്പോൾ മനസ്സിലായില്ല അറ്റ് എന്താന്ന്. ദിസ് ഈസ് മൈ പെൻ. മൈ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് മൈ ബുക്ക്, ദിസ് ഈസ് മൈ ഫാദർ എന്നൊക്കെ പറയില്ലേ. അടുത്തത് സ്കൈ, ആകാശം. ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, പക്ഷികൾ ആകാശത്തൂടെ പറന്നു പോവില്ലേ. അപ്പോൾ നമ്മൾ പറയും ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്നൊക്കെ പറയാം. അടുത്തത് ബാക്ക്. ബാക്ക് എന്ന് പറഞ്ഞാൽ പുറം എന്നാണ് അർത്ഥം. അടുത്തത് ന്യൂ വേർഡ്സ്. ന്യൂ വേർഡ്സ് എന്തൊക്കെയാ? ലൈ, LI, ലൈ, കിടക്കുക. ഐ ലൈ ഓൺ മൈ ബാക്ക് എന്ന് പറയില്ലേ. ഫ്ലഫി, ഫ്ലഫി മീൻസ് ലൈറ്റ്. ഫെതേഴ്സ് ആർ ഫ്ലഫി, ഫെതേഴ്സ് തൂവലൊക്കെ വളരെ ഭാരം കുറഞ്ഞവയാണ്. ബെയർ, കരടി. ബെയേഴ്സ് ലീവ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയാം. സീ, കടൽ. ഷിപ്സ് സെയിൽ ഇൻ ദ സീ എന്ന് പറയാം. സെയിലിംഗ്, ഷിപ്സ് ആർ സെയിലിംഗ് ഇൻ ദ സീ. പിന്നെ ലാംസ്, ലാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആട്ടിൻകുട്ടി അല്ലേ, ലാമ്പ്. യങ് വൺ ഓഫ് എ ഗോട്ട് ഈസ് കോൾഡ് ലാമ്പ്. യങ് വൺ ഓഫ് എ ഗോട്ട് ഈസ് കോൾഡ് ലാമ്പ്. വെയ്വിങ്, കൈവീശി കാണിക്കുക. ഹി വേവ്ഡ് ഹിസ് ഹാൻഡ്സ് അറ്റ് മീ എന്ന് പറയില്ലേ, കൈവീശുക, വേവിങ്. ഇവിടെ ഹീസ് വേവിങ് ഹിസ് ഹാൻഡ്സ് അറ്റ് മീ എന്നും പറയുന്നില്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാമേ. സേ ലൗഡ്, ഉച്ചത്തിൽ പറയുക. സിറ്റ് ഔട്ട്സൈഡ് യുവർ ഹോം, വീടിന് പുറത്തിരിക്കുക. ഓർ ഇൻ ആൻ ഓപ്പൺ സ്പേസ്, അല്ലെങ്കിൽ വിശാലമായ ഒരു സ്ഥലത്തിരിക്കണം, തുറന്ന സ്ഥലത്ത്. ആൻഡ് വാച്ച് ദ ക്ലൗഡ്സ് ഗോ ബൈ, അവിടെ ഇരുന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കണം, മേഘങ്ങളൊക്കെ പോകുന്നേ. നെക്സ്റ്റ് ഡേ ടെൽ ദ ക്ലാസ് വാട്ട് യു സീ, പിറ്റേ ദിവസം ക്ലാസ് വന്ന് നിങ്ങൾ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയണം കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 2, വാട്ട് ആർ ദ കളേഴ്സ് ഓഫ് ദ ക്ലൗഡ്സ്, മേഘങ്ങളുടെ നിറം എന്തൊക്കെയാണ്? ടിക്ക് ദ കളേഴ്സ് ദ ക്ലൗഡ്സ് ക്യാൻ ബി, താഴെ കുറച്ച് ക്ലൗഡ്സിൻ്റെ പടം തന്നുണ്ട്, അതിൻ്റെ നിറം കൊടുത്തിട്ടുണ്ട്. ഇപ്പം വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അതിൽ ഏത് നിറമൊക്കെയാണ് മേഘത്തിനുള്ളതെന്ന് പറയാം. ശരിയായിട്ടുള്ളതിൽ ടിക്കിടുക, തെറ്റായിട്ടുണ്ടെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യണം കേട്ടോ. വൈറ്റ്, അത് ശരിയാണ്, വൈറ്റ് ക്ലൗഡ്സ് ഉണ്ട്, അപ്പം നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്ത റെഡ് ക്ലൗഡ്സ് ഇല്ല, അതുകൊണ്ട് നമുക്ക് അത് ക്രോസ് ചെയ്ത് എഴുതാം, ഇൻറ്റു മാർക്ക് ഇടാം, ക്രോസ് ചെയ്യാം. ശരിയാണ്, ബ്ലാക്ക് ക്ലൗഡ്സ് ഉണ്ട്, സോ വി ക്യാൻ ടിക്ക് ഇൻ ദ ബ്ലാക്ക്നെസ്, അല്ല അവിടെ ടിക്ക് ചെയ്യാം. ഗ്രേ കളർ മേഘങ്ങളുണ്ട്, അല്പം ചാരനിറമുള്ളത്, സോ ഗീവ് എ ടിക്ക് മാർക്ക്. പിന്നെ ഗ്രീൻ ക്ലൗഡ്സ് ഇല്ല, സോ നമുക്ക് ക്രോസ് മാർക്ക് ചെയ്യാം. അടുത്ത ബ്ലൂ കളറിലും എന്തില്ല, ഈ പറയുന്ന ക്ലൗഡ്സ് ഇല്ല, അതുകൊണ്ട് നമുക്കത് തെറ്റാണെന്നൂടെ ഇൻറ്റു മാർക്ക് ചെയ്യാം കേട്ടോ. അതാണ് ചെയ്യേണ്ടത്.
നോക്കി അടുത്തൊന്ന് വായിക്കാം നമുക്ക്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ ദ ടീച്ചർ. ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയണം. ടീച്ചർ, വെൻ യു ലുക്ക് അപ്പ് ഇൻ ദ സ്കൈ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പം വാട്ട് ഡു യു സീ, നിങ്ങൾ എന്താണ് കാണുന്നത്? അപ്പം ചൈൽഡ്, ഒന്നാമത്തെ കുട്ടി പറയാം, ചൈൽഡ് 1 പറയുന്നത് എന്താണ്? വെൻ ഐ ലുക്ക് അപ്പ് ഐ സീ, പിന്നെ ഡാഷാണ്, ഐ സീ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. അത് പറഞ്ഞാൽ പോരെ? വെൻ ഐ ലുക്ക് അപ്പ് ഐ സീ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ, അത് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിനകത്ത് ടീച്ചർ പിന്നെയും ചോദിക്കുന്നുണ്ട്, വെൻ യു ലുക്ക് ഡൗൺ അറ്റ് ദ ഗ്രൗണ്ട് വാട്ട് ഡു യു സീ, താഴേക്ക് നോക്കിയാൽ, നിലത്തോട് നോക്കിയാൽ നിങ്ങൾ എന്ത് കാണുന്നത്? അവർ ചോദിക്കുന്നതാണ്. അപ്പം ചൈൽഡ് എന്താ പറയുന്നത് നോക്കിയേ? വെൻ ഐ ലുക്ക് ഡൗൺ ഐ സീ ഗ്രാസ് ഓർ സ്റ്റോൺസ്, ഇല്ലേ? അതൊക്കെ പറയാം. വെൻ ഐ ലുക്ക് ഡൗൺ ഐ സീ ദി ഗ്രൗണ്ട്, ഐ സീ ദി ഗ്രാസ് എന്നൊക്കെ പറയാം. ദെൻ ടീച്ചർ, വെൻ യു ക്ലോസ് യുവർ ഐസ് വാട്ട് ഡു യു സീ, കണ്ണടച്ച് കഴിഞ്ഞാലോ ഐ കനോട്ട് സീ എനിത്തിങ്, അല്ലേ? വെൻ ഐ ക്ലോസ് മൈ ഐസ് ഐ കനോട്ട് സീ എനിത്തിങ്, എനിക്കൊന്നും കാണാനാവില്ല. ഐ സീ ഡാർക്ക്നെസ് എവരിവെയർ, ഇരുളാണ് കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ഉത്തരം പറയുന്നത്? മൂന്നാമത്തെ ചൈൽഡ് 3, വെൻ ഐ ക്ലോസ് മൈ ഐസ് ഐ സീ ഡാർക്ക്നെസ്, അത് പറഞ്ഞാൽ മതി. വെൻ ഐ ക്ലോസ് മൈ ഐസ് ഐ സീ ഡാർക്ക്നെസ്. അടുത്തത് ലെറ്റ് us റൈറ്റ്, നമുക്കൊന്ന് എഴുതാം. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്, ഇനി പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ആൻസർ ചെയ്യണം. ഒന്നാമത്, ഇൻ ദി പോയം വാട്ട് ആനിമൽസ് ഡിഡ് ദ ചൈൽഡ് സീ ആസ് ഹി ലുക്ക്ഡ് അപ്പ് അറ്റ് ദ ക്ലൗഡ്സ്. ഇൻ ദ പോയം, ഈ കവിതയിലെ വാട്ട് ആനിമൽസ് ഡിഡ് ദ ചൈൽഡ് സീ, എന്തെല്ലാം മൃഗങ്ങളെയാണ് കണ്ടത്, കുട്ടി കണ്ടതേ. ആസ് ഹി ലുക്ക്ഡ് അപ്പ് അറ്റ് ദ ക്ലൗഡ്സ്, ആകാശത്തേക്ക് മേഘത്തെ നോക്കിയപ്പോൾ എന്തെല്ലാം മൃഗങ്ങളെയാണ് കണ്ടെന്നാണ് ചോദിക്കുന്നത്. ദ ചൈൽഡ് കുഡ് സീ ബിഗ് വൈറ്റ് ബെയർ ആൻഡ് ആൻ എലിഫൻറ്റ്, ഒരാനയും കാണാൻ പറ്റി, അല്ലേ? കുട്ടിക്ക് കാണാൻ കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ചൈൽഡ് കുഡ് സീ ബിഗ് വൈറ്റ് ബെയർ ആൻഡ് ആൻ എലിഫൻറ്റ്, ഒരു വലിയ വെളുത്ത ബെയറിനെയും അല്ലെ കരടിയെയും ഒരു എലിഫൻറ്റിനെയും കാണാൻ പറ്റി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇനിയും അടുത്തത് വായിക്കാവേ. വാട്ട് ഡു യു സീ ഇൻ ദ സ്കൈ ഡ്യൂറിങ് ദ ഡേ, വാട്ട് ഡു യു സീ ഇൻ ദ സ്കൈ ഡ്യൂറിങ് ദ ഡേ, പകൽ ആകാശത്തേക്ക് നോക്കിയാൽ എന്തൊക്കെ കാണാം? റൈറ്റ് എനി 3 തിങ്സ് യു സീ, 3 കാര്യം പറഞ്ഞാൽ മതി. 1, സൂര്യനെ കാണാം. 2, മേഘങ്ങൾ കാണാം. പിന്നെ ഫ്ലൈയിങ് ബേർഡ്സിനെ കാണാം, പറക്കുന്ന പക്ഷികളെ കാണാം, അത് പറഞ്ഞാൽ മതി. ഇനിയും നമുക്ക് മൂന്നാമത്തത് നോക്കാം. വാട്ട് ഡു യു സീ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്, രാത്രിയിൽ എന്ത് കാണാമെന്ന ചോദ്യം. വാട്ട് ഡു യു സീ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്, രാത്രിയിൽ ആകാശത്ത് എന്തെല്ലാം കാണാൻ പറ്റും? ഒന്നാമത് നമുക്ക് ചന്ദ്രനെ പറയാം, മൂൺ, പിന്നെ സ്റ്റാർസ് പറയാം, പിന്നെ കോമറ്റ്സ് പറയാം, അല്ലേ? വി ക്യാൻ സീ സ്റ്റാർസ്, മൂൺ ആൻഡ് കോമറ്റ്സ് ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്. ഓർ എന്താ പറയാം, അറ്റ് നൈറ്റ് വി ക്യാൻ സീ സ്റ്റാർസ്, കോമറ്റ്സ് ആൻഡ് മൂൺ ഇൻ ദ സ്കൈ. അടുത്തത് ലെറ്റ് us draw, നമുക്ക് വരയ്ക്കാം. പിക്ചർ ടൈം. ജോയിൻ ദ ഡോട്ട്സ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അതൊന്ന് എന്ത് ചെയ്യണം? ഡോട്ട്സ് ഒക്കെ ഒന്ന് യോജിപ്പിക്കണം. ആൻഡ് കളർ ദ പിക്ചർ. എന്നിട്ടോ ആ പടത്തിന് നിറം കൊടുക്കണം. കണ്ടില്ലേ, ഒരു ബട്ടർഫ്ലൈയുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ABCD എന്നൊക്കെയുടെ ചെറിയ അക്ഷരത്തിലും വലിയ അക്ഷരത്തിലും എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പം നമുക്കൊരു നല്ലൊരു ചിത്രശലഭത്തിൻ്റെ പടം കിട്ടും. അതിനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കളറൊക്കെ കൊടുത്തങ്ങ് നിർത്തിയാൽ മതി കേട്ടോ. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. കണ്ടില്ലേ, റിപ്പീറ്റ് ആഫ്റ്റർ ദ ടീച്ചർ. ദ പോയം ഹാസ് എ വേർഡ് ബൈ. ഈ പോയത്തിൽ ബൈക്ക് എന്നൊരു വാക്കുണ്ട്. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് സേ ദ ഫോളോവിങ് വേർഡ്സ് വിത്ത് യുവർ ടീച്ചർ. ടീച്ചർ പറയുന്ന ആ വാക്കുകളെല്ലാം കേട്ടിട്ട് ആ പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കി നിങ്ങൾ പറയണം. ബാക്ക്, BACK ബാക്ക്, PACK പാക്ക്, LACK ലൈക്ക്, JACK ജാക്ക്, RACK റൈക്ക്. അപ്പോൾ CK എന്ന് പറയുമ്പോൾ ഉച്ചാരണം ക്ക് എന്നാണ്. BACK ബാക്ക്, PACK പാക്ക്, LACK ലൈക്ക്, JACK ജാക്ക്, RACK ജാക്ക് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കണം. അടുത്തത് PICK പിക്ക്,
TICK ടിക്ക്, FLICK ഫ്ലിക്ക്, THICK ടിക്ക്. എങ്ങനെയാണ് പറയേണ്ടത്? PICK പിക്ക്, TICK ടിക്ക്, FLICK ഫ്ലിക്ക്, THICK തിക്ക് എന്ന് പറയണം. അടുത്തതോ PLUCK പ്ലഗ്, DUCK ഡക്ക്, MUCK മക്ക്, TRUCK ട്രക്ക് എന്ന് പറയണം. വാട്ട് സൗണ്ട് ഈസ് കോമൺ ഇൻ ദീസ് വേർഡ്സ്? ഇതിലെല്ലാം ഒരുപോലെ വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് CK ആണ്. CK ക്ക് എന്നുള്ള ഉച്ചാരണമാണ്. BACK ബായ്ക്ക്, PACK പായ്ക്ക്, PICK പിക്ക്, PLUCK പ്ലഗ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നോക്കുമ്പോൾ CK എന്ന വാക്കിൻ്റെ ഉച്ചാരണം നിങ്ങൾ പഠിക്കും. അതാണ് ഉദ്ദേശിക്കുന്നതും. കേട്ടോ? അപ്പോൾ ഈ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടോ? ഈ ക്ലാസ്സേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.